നമ്മുടെ വീട്ടിൽ ഒരു തുളസിച്ചെടി മാത്രം മതി മഹാലക്ഷ്മിയുടെയും മഹാവിഷ്ണുവിന്റെയും കടാക്ഷവും അനുഗ്രഹവും ഉണ്ടാകാൻ. നമ്മളുടെ വീട്ടിൽ എല്ലാവരും ഒരു തുളസിച്ചെടി നട്ടു വളർത്തുക. തുളസി പക്ഷേ തെറ്റായ സ്ഥലത്ത് നട്ടാൽ ആ ഗുണങ്ങളൊന്നും ലഭിക്കില്ല എന്നും പറയുന്നു. തുളസി ചെടി എവിടെയാണ് നടേണ്ടത്, എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എല്ലാവരും വീഡിയോ കാണുന്നതെന്ന് തോന്നുന്നു. ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഹൈന്ദവ ആചാരങ്ങളിൽ ഏറ്റവും പവിത്രവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളിൽ ഒന്നാണ് തുളസി. ഒരു സാധാരണ ചെടി എന്നതിനേക്കാൾ മഹാലക്ഷ്മിയുടെ സാന്നിധ്യമുള്ള ദൈവീക സസ്യമായിട്ടാണ് തുളസിയെ നമ്മൾ കാണുന്നത്. വിഷ്ണു ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ടവൾ എന്ന അർത്ഥത്തിൽ തുളസിക്ക് വിഷ്ണുപ്രിയ എന്ന പേരുമുണ്ട്. കൃഷ്ണ തുളസി, രാമ തുളസി, കർപ്പൂര തുളസി, അഗസ്ത്യ തുളസി, കാട്ടുതുളസി, മധുര തുളസി എന്നിങ്ങനെ തുളസികൾ ഒരുപാട് ഇനങ്ങൾ ഉണ്ടെങ്കിലും പൂജാകർമ്മങ്ങൾക്ക് പ്രധാനമായും ഉപയോഗിക്കുന്നത് കൃഷ്ണ തുളസിയാണ്. കൃഷ്ണ തുളസിയുടെ കൂടെ ഒരു മഞ്ഞളും കൂടി നട്ടാൽ വിഷ്ണുവും ലക്ഷ്മിയും ഒരേപോലെ വന്നു എന്നാണ് പറയുന്നത്. തുളസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? പൂജകൾക്കായി ഒരിക്കൽ ഉപയോഗിച്ച തുളസി ഇല പോലും ശുദ്ധജലത്തിൽ കഴുകി വീണ്ടും പൂജയ്ക്ക് ഉപയോഗിക്കാം എന്നതാണ്. മറ്റൊരു സസ്യത്തിനും സാധാരണയായി ലഭിക്കാത്ത വിശിഷ്ട സ്ഥാനമാണിത്. രാവിലെ കുളിച്ച് ശരീരശുദ്ധി വരുത്തി തുളസിത്തറയ്ക്ക് ചുറ്റും 3 പ്രദക്ഷിണം വെച്ച് വെള്ളമൊഴിക്കുന്നതും വൈകുന്നേരം തുളസി ചുവട്ടിൽ ദീപം തെളിയിക്കുന്നതും സർവ്വ ഐശ്വര്യം വരുമെന്നാണ് വിശ്വാസം. എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം കൂടി പറഞ്ഞോട്ടെ. ദിവസവും രാവിലെ ഭഗവാന് നമ്മൾ വിളക്ക് വെക്കുമ്പോൾ ഒരു തുളസി ഇല ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ, അത്ഭുതകരമായ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ചെടിയാണ് തുളസി. ഇനി തുളസി എവിടെയാണ് നടേണ്ടത്? വാസ്തുശാസ്ത്ര പ്രകാരം തുളസി നടാൻ ഏറ്റവും ഉത്തമമായ ദിശ വടക്ക് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് വശം, അതായത് ഈശാനകോൺ. ഈ ഭാഗത്ത് തുളസി നട്ടാൽ വീട്ടിലേക്ക് പോസിറ്റീവ് ഊർജവും ഐശ്വര്യവും കടന്നു വരുമെന്നാണ് വിശ്വാസം. അതേസമയം തെക്കു ഭാഗത്ത് കഴിയുന്നതും തുളസി നട്ടു പരിപാലിക്കുന്നത് ഒഴിവാക്കുക. തനിയെ കിളിർത്താൽ പറിച്ചു കളയേണ്ടതുമില്ല. തുളസി വളരുന്ന വീടുകളിൽ സന്തോഷം, സമാധാനം, ഐശ്വര്യം, സാമ്പത്തിക പുരോഗതി എന്നിവ വർദ്ധിക്കുമെന്നാണ് വിശ്വാസം. ചില വീടുകളിൽ തുളസി സ്വയം മുളച്ച് ധാരാളമായി വളരുന്നത് കാണാം. അത്തരം വീടുകളിൽ മഹാവിഷ്ണുവിന്റെയോ മഹാലക്ഷ്മിയുടെയോ പ്രത്യേകം അനുഗ്രഹം ഉണ്ടാകും. തുളസി നടുമ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറയാം. തുളസി ഒരിക്കലും ഭൂമി നിരപ്പിൽ നേരിട്ട് നടാതെ അല്പം ഉയർത്തി മണ്ണ് കൂട്ടി വെച്ചോ അല്ലെങ്കിൽ ചട്ടിയിലോ അല്ലെങ്കിൽ തുളസിത്തറയിലോ നടുന്നതാണ് നല്ലത്. മഹാലക്ഷ്മിയുടെ സാന്നിധ്യമുള്ള ഒരു ചെടിയായതിനാൽ ഇതിന് ഒരു പ്രത്യേകം പ്രാധാന്യം നൽകുന്നതിൻ്റെ പ്രതീകമാണിത്. തുളസി നടുമ്പോൾ ഒറ്റ അക്കത്തിൽ വേണം നടാൻ. അതായത് ഒന്നുകിൽ 1 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 5 എന്നിങ്ങനെ വേണം തുളസി നടാൻ. മറ്റൊരു പ്രധാന കാര്യം പറയാനുള്ളത്, ഒരു കാരണവശാലും നമ്മളുടെ അശ്രദ്ധ കൊണ്ട് തുളസി ഉണങ്ങിപ്പോകാൻ പാടില്ല. നല്ല രീതിയിൽ തന്നെ തുളസി ചെടിയെ പരിപാലിക്കണം. തുളസി ഉണങ്ങിപ്പോയാൽ സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണെന്ന് ചിലർ പറയുന്നു. നിത്യവും 21 ദിവസം തുടർച്ചയായി രാവിലെ തുളസിക്ക് വെള്ളമൊഴിച്ച് പ്രാർത്ഥിക്കുകയും പ്രദക്ഷിണം വെക്കുകയും ചെയ്താൽ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം സഫലമാകുമെന്നാണ് പറയുന്നത്. ഒരു പ്രധാന കാര്യത്തിനായി നമ്മൾ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി നോക്കൂ, കാര്യവിജയം ഉറപ്പാണ്. തുളസിത്തറയ്ക്ക് ചുറ്റും പ്രദക്ഷിണം വെക്കുമ്പോൾ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ചെയ്യുക. പ്രസീദ തുളസീദേവി പ്രസീദ ഹരിവല്ലഭേ ക്ഷീരോദമദനോദ്ഭൂതേ തുളസീ ത്വാം നമാമ്യഹം.
തുളസിയില എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്നറിയാമോ? ഒരു കാരണവശാലും നമ്മളുടെ നഖം തുളസിയിൽ നുള്ളരുത്. തുളസി നുള്ളുമ്പോൾ നഖം ആ ചെടിയിൽ സ്പർശിക്കാതെ വേണം തുളസി ഇല നുള്ളിയെടുക്കാൻ. അതായത് നഖം കൊണ്ട് നുള്ളിയെടുക്കരുതെന്നർത്ഥം. വിരലുകൾ ഉപയോഗിച്ച് ഭക്തിപൂർവം വേണം അത് എടുക്കാൻ. ഏകാദശി, ദ്വാദശി ദിവസങ്ങളിലും സന്ധ്യാസമയത്തും തുളസി ഇല നുള്ളുന്നത് ഒഴിവാക്കുക. പൂജയ്ക്കോ ഔഷധ ആവശ്യങ്ങൾക്കോ മാത്രമേ തുളസി ഇല എടുക്കാവൂ. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ പാരണം ഇടുന്നതിന് മുമ്പ് തുളസി ചുവട്ടിൽ വെള്ളം ഒഴിക്കുകയും പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കുമ്പോൾ വെക്കുന്ന ജലത്തിൽ ഒരു തുളസിയില ഇട്ട് വെക്കുന്നതും വളരെ നല്ലതാണ്. പൂജ കഴിഞ്ഞ് ഈ ജലം തീർത്ഥമായി സ്വീകരിച്ച് കഴിച്ചാൽ ആരോഗ്യത്തിനും മനഃശാന്തിക്കും ഗുണകരമാണ്. മഹാലക്ഷ്മിയുടെ സാന്നിധ്യമുള്ളതും മഹാവിഷ്ണുവിന് അതിപ്രിയപ്പെട്ടതുമായുള്ള തുളസിച്ചെടി വീട്ടിൽ നട്ട് ഭക്തിയോടെ പരിപാലിക്കുമ്പോൾ ജീവിതത്തിൽ പല നല്ല മാറ്റങ്ങളും അനുഭവിക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വീട്ടിൽ തുളസി നട്ടിട്ടുണ്ടോ? തുളസിക്ക് വിളക്ക് വെക്കാറുണ്ടോ? അങ്ങനെയുള്ളവർ ഒന്ന് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു നാമം കമൻ്റായി ഇടുക. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.